നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അത് നല്ലൊരു മൾട്ടി കളറിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് പാറ്റേൺസിൽ ബോഡി വന്നിട്ട് അതിൽ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ആ ഒരു കാന്ത വർക്കിന്റെ പാറ്റേണിലുള്ള വർക്കും വരുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ചിലുള്ള ബോർഡറും വരുന്നുണ്ട്. കലംകാരി ഡിസൈനിൽ നല്ല കളർ പാലറ്റിലാണ് സാരി വന്നിരിക്കുന്നത്. ഒരു ലാവൻഡർ, പേർപ്പിൾ, വയലറ്റ് ആ ഒരു മൾട്ടി കളറിലായിരിക്കും ബോഡിയിൽ ആ ഒരു ഹൊറിസോണ്ടലായിട്ടായിരിക്കും ആ ഒരു പാറ്റേൺ വരുന്നത്. അതിന് ഓരോ ആ ഒരു പാർട്ടിഷൻ വരുന്നത് കാന്ത വർക്കിന്റെ ഒരു പാറ്റേണിലുള്ള ത്രെഡ് വർക്കിലാണ് ബോഡി വരുന്നത്. നല്ല പാറ്റേണിൽ ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. സാരിയുടെ ആ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. ആ ഒരു കലംകാരി ഡിസൈൻസ്, അതൊരു പീകോക്ക് മോട്ടീവ്സ് വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട് കലംകാരി ഡിസൈനിൽ. ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. അത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബോഡി വരുന്നത് നല്ല മൾട്ടി കളറിൽ ഈ ഒരു കാന്ത വർക്കിന്റെ പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വെച്ചിട്ടായിരിക്കും ബോഡി കംപ്ലീറ്റ് വരും. ഇത് ലാവൻഡർ, പേർപ്പിൾ, വയലറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. വീണ്ടും ലോവർ ബോർഡർ വരുമ്പോൾ വീണ്ടും അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു പീകോക്ക് മോട്ടീവ്സിൽ ചെയിൻ സ്റ്റിച്ചിലായിരിക്കും വരുന്നത്. ഇതിന്റെ നല്ല കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഡിഫറെന്റ് കളേഴ്സിലാണ് സാരി വരുന്നത്. കണ്ടോ, ഇത്രയും കളേഴ്സിൽ വരുന്നുണ്ട് സാരി. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഇത്തിരി ഞാൻ ഓരോ കളറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫുൾ വരുന്നത്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. മുന്താണി അതേ ആ ഒരു കലംകാരി ഡിസൈൻസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പല്ലുവിൽ വരികയാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. സെയിം ഇതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു ബോർഡറിലായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതാണ് ബ്ലൗസ്. എല്ലാം നല്ല നല്ല കോമ്പിനേഷൻസിലാണ് സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആൻഡ് സട്ടിൽ ആയിട്ടുള്ള കോമ്പിനേഷനിൽ ഇത് വരുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ, ബ്രൗൺ, ഒരു കോപ്പറിഷ് ബ്രൗൺ, അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് സാരിയിൽ. ഇതായിരിക്കും സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. ഡബിൾ സൈഡിലും അതേ ഒരു കലംകാരി ഡിസൈനിൽ തന്നെ സെയിം അതേ പാറ്റേണിൽ ചെയിൻ സ്റ്റിച്ചിലായിരിക്കും സാരിയുടെ ഒരു ബോർഡർ വരുന്നത്. സാരിക്ക് ഫുൾ ഈ ഒരു പാറ്റേണിലാട്ടോ. ആ ഒരു ഫിഗർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും എല്ലാം ആയിരിക്കും ബോർഡർ വരുന്നത്. ബോഡി വരുന്നത് ഈ ഒരു ലുക്കിലാണ്. ബ്ലൗസിന്റെ സ്ലീവിലും ഇതേ ആ ഒരു ബോർഡർ വരുന്നുണ്ടാവും. നമ്മുടെ സാരിയിൽ വരുന്ന ഒരു ബോർഡർ ഉണ്ടല്ലോ, അത് തന്നെ ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നുണ്ട്. എഗെയിൻ നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ഗ്രീനിന്റെ തന്നെ ഡിഫറെന്റ് ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. ഈ സാരിയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിലൊരു ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ സാരി പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ഏതെങ്കിലും കളറിലെ ബ്ലൗസ് നമ്മുടെ കയ്യിൽ കാണും. അപ്പൊ നല്ലൊരു പാർട്ടി വെയർ സാരി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. അത് നല്ലൊരു ഡിഫറെന്റ് ലുക്കിലുമാണ് സാരി വരുന്നത്. ഫുൾ ഈ ഒരു മൾട്ടി കളറിൽ വന്നിട്ട് കാന്ത വർക്കിലായിരിക്കും ഫുൾ ബോഡി വരുന്നത്. ചെയിൻ സ്റ്റിച്ചില് കലംകാരി ഡിസൈനിലുള്ള ഡബിൾ സൈഡ് ബോർഡർ, സെയിം അതേ ബോർഡർ തന്നെയായിരിക്കും മുന്താണിയിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ രാമഗിരി. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ബ്രൗണിൽ നിന്ന് ഗ്രേയിലോട്ടേക്കാണ് സാരി വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെ കാന്ത വർക്ക് തന്നെ ഫുൾ സാരി വരുന്നത്. ഈവൻ നമുക്ക് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ടല്ലോ മൾട്ടി കളറിൽ, അതിന്റെ ആ ഒരു കോമ്പിനേഷനിലെ ബ്ലൗസ് നമുക്ക് ഇതിനോട് ഡ്രേപ്പ് ചെയ്യും. അപ്പോഴും നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. വൺ ലെയറിൽ നമുക്ക് കണ്ടോ ഈ ഒരു ഫോൾ ആണ് സാരിക്ക് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. ട്രാൻസ്പെറന്റ് അല്ല മെറ്റീരിയൽ, വളരെ തിൻ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് സാരിയുടെ ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ ബോർഡർ, മുന്താണി ആൻഡ് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് ഞാൻ കാണിക്കാം. ഈ ഒരു പാറ്റേണിൽ നല്ലൊരു ബർഗണ്ടി ടോണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്ന് നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ വരുന്ന കളേഴ്സാണ്. നല്ല കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ഇത് വരുന്ന ഗ്രീനിന്റെ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ടു ഡാർക്ക് ഗ്രീനിലോട്ടേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ അതേ കാന്ത വർക്ക് തന്നെയായിരിക്കും. എൻ്റെ ഒരു സാരി വരുന്നത് കാന്ത സ്റ്റിച്ചിൽ തന്നെയാണ്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. നോൺ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. അതേ ആ ഒരു കലംകാരി ഡിസൈൻ വരുന്നത് ഫിഗർ മോട്ടീവ്സിലും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും വരുന്നത്. അത് വരുന്നത് കംപ്ലീറ്റ് ആ ചെയിൻ സ്റ്റിച്ചിലായിരിക്കും ആ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബോഡി വരുന്നത് കാന്ത വർക്കിലായിരിക്കും. സെയിം ആ ഒരു ബോർഡറിൽ വരുന്ന കളർ ഏതാണോ, ആ ഒരു ബേസ് ഏതാണോ, ആ കളറിലാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതിൽ വരുമ്പം ആ ഒരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് ബോർഡർ വരുന്നത്. അപ്പം ആ ഒരു മെഹന്തി ഗ്രീനിലായിരിക്കും വിത്ത് ബ്ലൗസ്. അടുത്ത കളർ ബ്ലൂവിന്റെ തന്നെ ഡിഫറെന്റ് ടോൺ ആണ്. ഓക്സ്ഫോർഡ് ബ്ലൂ, ലൈറ്റർ ബ്ലൂ, ഗ്രേ ആ ഒരു കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡർ കലംകാരിയിൽ തന്നെയാണ് വിത്തൗട്ട് ഫിഗർ മോട്ടീവ്സിൽ വന്നിരിക്കുന്നത്. ഫുൾ ഫ്ലോറൽ ഡിസൈൻസിലുള്ള കലംകാരി പാറ്റേണിലാണ് ഈ സാരിക്ക് ബോർഡർ വന്നിരിക്കുന്നത്. അതിനെയും ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചുള്ള വർക്കാണ്. ചെയിൻ സ്റ്റിച്ച് വർക്കിലായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ.
സാരി വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. സെയിം സ്റ്റൈൽ പല്ലു. ഇതിന്റെ ബ്ലൗസ് വരുമ്പം ഈ ഒരു ഓക്സ്ഫോർഡ് ബ്ലൂയിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതാണ് ബ്ലൗസിന്റെ പാറ്റേൺ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഗ്രീനിന്റെ തന്നെ ഡിഫറെന്റ് ടോൺ ആണ്. മസ്റ്റേർഡ് യെല്ലോ വരുന്നുണ്ട്, ഒലിവ് ഗ്രീൻ, നല്ലൊരു പേസ്റ്റൽ യെല്ലോയിഷ് ഗ്രീൻ. ആ ഒരു കോമ്പിനേഷനിലാണ് സാരി കംപ്ലീറ്റ് വരുന്നത്. സെയിം ഈ ഒരു സാരിയും അതേ പാറ്റേൺ തന്നെയാണ്. വിത്തൗട്ട് ഫിഗേഴ്സിലാണ് ഒരു കലംകാരി ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയാണ് വരുന്നത്. ഈ സാരീസിന്റെ മെയിൻ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ സാരി ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സാരി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഏതെങ്കിലും കളറിലെ ബ്ലൗസ്, ഫ്ലോറൽ ഡിസൈൻസിൽ ഏതെങ്കിലും കളറോ അതല്ലെങ്കിൽ ബോഡി കളറിൽ ഏതെങ്കിലും കളറോ നമ്മുടെ കയ്യിൽ എന്തായാലും കാണും. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ സാരി ഡ്രേപ്പ് ചെയ്യാനും പറ്റും. ഇതും അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു കലംകാരി തന്നെയായിരിക്കും മുന്താണിയിൽ വരുന്നത്. ഇതിന്റെ ബോർഡറിന്റെ കളർ വരുന്നത് ആ ഒരു ബോട്ടിൽ ഗ്രീനിലാണ്. അതേ കോമ്പിനേഷനിൽ തന്നെ ആ ഒരു ഗ്രീനിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബോട്ടിൽ ഗ്രീൻ എക്സാക്ട് പറയാൻ പറ്റത്തില്ല, ഒരു മെഹന്തി ഗ്രീൻ ബ്ലെൻഡഡ് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത്. ആ ഒരു ടോണിലാണ് ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് സാരി വന്നിരുന്നത്. മോവ് വിത്ത് കോപ്പർ ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലാണ്. ഇതിൽ ആ ഒരു പീകോക്ക് മോട്ടീവ്സിലും ഫ്ലോറൽ ഡിസൈൻസിലുമാണ് കലംകാരി ബോർഡർ വരുന്നത്. വിത്ത് ചെയിൻ സ്റ്റിച്ച് ബോർഡർ, കാന്ത വർക്കിലായിരിക്കും ഫുൾ ബോഡി വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. വിത്ത് റണ്ണിങ് പല്ലു. ഗ്രീൻ ആണ്, ഗ്രീനിന്റെ ഡിഫറെന്റ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ കലംകാരി ബോർഡർ. ഇതിലും ആ ഒരു പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ആ ഒരു കലംകാരി ഡിസൈൻസ് വന്നിട്ട് സെയിം സ്റ്റൈൽ കാന്ത വർക്കിലായിരിക്കും ബോഡി വരുന്നത്. വിത്ത് റണ്ണിങ് പല്ലു. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ബ്രൗണിന്റെ ഡിഫറെന്റ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് ഒരു കാന്ത വർക്ക് വരുന്നത്. ലാസ്റ്റ് സാരിയാണ് ഞാൻ ഒന്നുകൂടി ക്ലോസറിൽ കാണിക്കാം സാരിയുടെ ആ ഒരു ഡീറ്റെയിലിങ് കേട്ടോ. ബോഡി ഈ ഒരു പാറ്റേണിലാണ്, ഒരു കാന്ത വർക്കിലായിരിക്കും ഫുൾ ബോഡി വരിക. ബോർഡർ ഫ്ലോറൽ ഡിസൈൻസിലാണ് ഈ സാരിക്ക് വരുന്നത്. ഫിഗർ മോട്ടീവ്സ് ഇല്ല. ഫ്ലോറൽ ഡിസൈൻസിലുള്ള കലംകാരിയിൽ ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്ക് ആയിരിക്കും സാരി വരുന്നത്. നല്ലൊരു ഡാർക്ക് ബ്രൗണിലാണ് ആ ഒരു കലംകാരി വരുന്നത്, ബോർഡർ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ്.